വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. സ്നേഹിതരുടെ മലയാണ് കാൽവരി. ആ കാൽവരിയിലെ ക്രൂശിതനിലേക്ക് നമുക്ക് നോക്കാം. ആ കാൽവരിയിലെ ക്രൂശിതനെ നമുക്കൊന്ന് പ്രണയിക്കാം. എനിക്കും നിങ്ങൾക്കും വേണ്ടി മരണം വരിച്ച, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ആ ക്രൂശിതനെ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാം. ഈ പുണ്യദിനം, ദുഃഖവെള്ളി, നല്ല ദിനമാകുന്നത് ക്രൂശിതനെ പ്രണയിക്കുമ്പോഴാണ്. ത്രേസ് കാന്തോസ് എന്ന ധ്യാന വിചാരങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കാൽവരി മല സ്നേഹിതരുടെ മലയാണ്. സ്നേഹിതർക്കു വേണ്ടി ദൈവം ഒരുക്കി വച്ച സ്നേഹവിദ്യാലയമാണ് കാൽവരിമല. ആ കാൽവരിമല താണ്ടുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ഉത്ഥാന മഹോത്സവം. കാൽവരിമലയിലെ ക്രൂശിതനിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിക്ക് മനസ്സ് നിറയെ ധ്യാനിക്കുവാൻ വേണ്ടി കർത്താവ് ഒരു വാചകം ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ദാഹിക്കുന്നു. വിനാഗിരി കൊണ്ട് ശമിപ്പിക്കുവാൻ കഴിയാത്ത വിധമുള്ള ആഴമേറിയ ഒരു ദാഹം. എന്തിനു വേണ്ടിയായിരുന്നു ആ ദാഹം? എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം. ആ ദാഹം ശമിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ 3 വഴികൾ മാത്രം. 1, സ്നേഹത്തിൻ്റെ വഴി. 2, സാക്ഷ്യത്തിൻ്റെ വഴി. 3, സഹനത്തിൻ്റെ വഴി. സ്നേഹിക്കാം. നമ്മുടെ ദൈവത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാം. എൻ്റെ ചിന്തകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് സ്നേഹിക്കാം. ഞാൻ സാക്ഷിയാകേണ്ടിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി നിലപാടുകളുള്ള ഒരു വ്യക്തിത്വമായി മാറുമ്പോൾ എൻ്റെ വാക്കുകൾ സുവിശേഷമായി മാറും. എൻ്റെ ജീവിതം സഹനങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ ഒത്തിരിയധികം ക്രൂശിതനോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴികളിലൂടെ ആകട്ടെ ഈ ദുഃഖവെള്ളിയുടെ തീർത്ഥാടനം. ഓർക്കുക, ഒരു വിനാഗിരി കൊണ്ടും ആ ദാഹം ശമിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൽ ഒന്നുകൊണ്ടും നിന്റെ രക്ഷ സാധ്യമല്ല. ഒന്നേ ഒന്ന് മാത്രം: ക്രൂശിതനെ പ്രണയിക്കുക. ഈ നല്ല വെള്ളി ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുവാൻ തക്കവിധം ഒരു ആധ്യാത്മിക അനുഭവത്തിൻ്റെ നിറവുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.